Good morning. Today we are going to discuss about principal stresses in 2D. So in the last videos we have discussed about principal stresses. So we have just correlated stresses on arbitrary plane with principal stresses, or Cauchy's equation with principal stresses. We have discussed about the evaluation of the principal stresses sigma 1, sigma 2, sigma 3 likewise, and we have discussed about the stress invariance I1, I2, I3. All those things have been already discussed. We have discussed about the principal stresses and the maximum shear stress. So in all these cases we have been dealing with 3D. So നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം 3D പ്രോബ്ലംസ് ആയിരുന്നു. 3D എന്ന് പറയുമ്പോൾ നമുക്ക് Z കോമ്പോണൻറ്റ് എക്സ് വൈ ആൻഡ് Z കോമ്പോണൻസ് വിൽ ബി ദർ. പക്ഷെ ഇപ്പോൾ ഇനി തൊട്ട് നമ്മൾ ഈ പർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അബൌട്ട് 2D കേസസ്, ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഇൻ 2D. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു 3D പ്രോബ്ലത്തിന് 3D എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാണും. ജനറലായിട്ട് നോക്കുകയാണെങ്കിൽ 3D ഫസ്റ്റ് ഇഫ് യു ആർ ജസ്റ്റ് കൺസിഡറിങ് എ റെക്ടാങ്കുലർ എലമെൻറ്റ്, അതിനൊരു ലെങ്ത് കാണും, ഒരു ബ്രെഡ്ത്ത് കാണും, ആൻഡ് ഇഫ് യു ആർ കൺസിഡറിങ് 3D വാട്ട് ഓൾ things will also be there. ലെങ്ത്തിനും ബ്രെഡ്ത്തിനും പുറമെ it will also have a thickness. സോ അതായത് നമുക്ക് എക്സ് ഡയറക്ഷൻ ഉണ്ട്, എക്സ് ഡയറക്ഷൻ അല്ല എക്സ് ഡയറക്ഷൻ ഡയമെൻഷൻ ഉണ്ട്, വൈ ഡയറക്ഷനിലോട്ട് ഒരു ഡയമെൻഷൻ കാണും, ഒരു പെർട്ടിക്കുലർ ഡയമെൻഷൻ ലെങ്ത് കാണും, ആൻഡ് ഇസഡ് ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഇസഡ് ഡയറക്ഷനിൽ വിൽ ഹാവ് എ പെർട്ടിക്കുലർ ഡയമെൻഷൻ, ഒരു പെർട്ടിക്കുലർ ലെങ്ത് കാണും. എക്സ് വൈ ഇസഡ് ഈ മൂന്ന് ഡയറക്ഷനിലുള്ള ലെങ്ത്താണ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ്. മൂന്ന് ഡയറക്ഷനിൽ നമുക്കൊരു പെർട്ടിക്കുലർ എന്ത് കാണും, മൂന്ന് ഡയറക്ഷനിൽ ഒരു ഡയമെൻഷൻ കാണും. എക്സിലാണെങ്കിൽ ലെങ്ത്ത്, വൈയിലോട്ടാണെങ്കിൽ ബ്രെഡ്ത്ത്, ആൻഡ് ഇസഡിലോട്ട് നോക്കുകയാണെങ്കിൽ ടി ഓർ തിക്നെസ്. സോ നമ്മളൊരു 3D കേസിന് 2D ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മളൊരു കണ്ടീഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് plane stress condition എന്ന്. So plane stress conditions are used for converting a 3D problem into 2D. So നമ്മൾ ഈ ക്യൂബിനെ ഓർ ഒരു ക്യൂബോയിഡിനെ നമ്മളിപ്പോൾ എന്തായിട്ട് മാറ്റി എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലോട്ട് മാറ്റി. ഒരു ക്യൂബ് ആണെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിലോട്ടും, ഒരു ക്യൂബോയിഡ് ആണെങ്കിൽ അതിനെ ഒരു റെക്ടാങ്കുലർ, ഒരു 2 ഡയമെൻഷണൽ കോമ്പോണൻ്റ് ആയിട്ട് അല്ല 2 ഡയമെൻഷണൽ ഓബ്ജക്റ്റ് ആയിട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്തു, ലെങ്ത്തും ബ്രെഡ്ത്തുമുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ട്. സോ പ്രൊവൈഡഡ് ദ സ്ട്രെസ് ഇസ് ആക്ടിങ് ഓൺ ദ ലെങ്ത് ആസ് വെൽ ആസ് ദ ബ്രെഡ്ത്ത് ഡയറക്ഷൻ ആർ വെരി മച്ച് ഹയർ കമ്പയർഡ് ടു ദാറ്റ് ആക്ടിങ് അലോങ് ദ തിക്നെസ് ഡയറക്ഷൻ, ഓർ തിക്നെസ് ഡയറക്ഷനിലുള്ള സ്ട്രെസ്സസ് ആർ നെഗ്ലിജിബിൾ. അങ്ങനത്തെ കേസിൽ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ പെർട്ടിക്കുലർ കോമ്പോണൻറ്റ്, അതിൻ്റെ ലോഡിങ് നമ്മൾ എവിടെ കൊടുക്കുകയാണെന്ന് വെച്ചാൽ ലെങ്ത്ത് സൈഡിലും ബ്രെഡ്ത്തിലും മാത്രമേ അതിന് ലോഡിങ് ഉള്ളൂ. ഇസഡ് ഡയറക്ഷന് അത് പ്രത്യേകിച്ച് ലോഡിംഗ് ഒന്നും അതിന് കൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തിക്നെസ് വിൽ ബി വെരി മച്ച് ലെസ് കമ്പയർഡ് ടു ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അപ്പോൾ ഈ തിക്നെസ് ഡയറക്ഷനിലോട്ടുള്ള സ്ട്രെസ്സ് നമുക്കൊരു ഇമ്പോർട്ടൻസ് ഇല്ല. എന്ന് പറഞ്ഞാൽ തിക്നെസ് ഡയറക്ഷനിലോട്ട് നമ്മൾ ലോഡിംഗ് ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ ഈ ബ്രെഡ്ത്തിൻ്റെ ഡയറക്ഷനും ഈ ലെങ്ത്തിൻ്റെ ഡയറക്ഷനും എക്സ് ഡയറക്ഷൻ ആൻഡ് വൈ ഡയറക്ഷനിൽ ലോഡിങ് സിഗ്മ വൈ വൈയും സിഗ്മ എക്സ് എക്സും സിഗ്മ വൈയും സിഗ്മ എക്സും ഈ രണ്ട് ലോഡിങ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ എങ്കിൽ നമ്മൾ ഇസഡ് ഡയറക്ഷനിലോട്ട് പ്രത്യേകിച്ച് ലോഡൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള കേസസിൽ മാക്സിമം ഇതിൻ്റെ തിക്നെസ് കുറവായിരിക്കും, ഇസഡ് ഡയറക്ഷൻ തിക്നെസ് കുറവായിരിക്കും. ഇതിലൊരു 100ഉം ഇതൊരു 100ഉം നമ്മുടെ ബ്രെഡ്ത്ത് ഒരു 150 ആയിരിക്കട്ടെ, ലെങ്ത്ത് 100ഉം ബ്രെഡ്ത്ത് 150ഉം. അങ്ങനത്തെ കേസുകളിൽ തിക്നെസ് ഒരു 10 mm, ഇത് mmലാണ് ഡയമെൻഷൻസ് mmലാണെങ്കിൽ തിക്നെസ് ഒരു 10 mm. അങ്ങനെയാണെങ്കിൽ കമ്പയർഡ് ടു ദീസ് 2 ഡയമെൻഷൻസ് the dimension of the thickness is very much lesser compared to length and breadth. അതേപോലെ തന്നെ നമ്മൾ അങ്ങനത്തെ കേസ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്, ബോൾട്ടഡ് ജോയിൻസ്, അങ്ങനത്തെ ഒരുപാട് പ്ലേറ്റ് വിത്ത് ബോൾട്ട്, സോ പ്ലേറ്റ് ആപ്ലിക്കേഷൻസ് ഓർ പ്ലെയിൻ ആപ്ലിക്കേഷൻസ് നമ്മൾ അങ്ങനത്തെ കേസായിരിക്കും. ലാമിന എന്നൊക്കെ പറയാം നമുക്ക് തിക്നെസ് വളരെ കുറവാണെങ്കിൽ. സോ അങ്ങനത്തെ ഓബ്ജക്ട്സിൽ നമ്മൾ മാക്സിമം ലോഡിംഗ് വിൽ ബി പ്രൊവൈഡഡ് ഓൺ ദ എക്സ് ആസ് വെൽ ആസ് വൈ ഡയറക്ഷൻ. സോ such
problems could be treated as plain stress problems. Such problems could be treated as plain stress problems. So അങ്ങനെ പറയുകയാണെങ്കിൽ plain stress എന്ന് വെച്ചാൽ what you are doing is we are just neglecting the stresses acting on the z direction. z directionലുള്ള സ്ട്രെസ്സസിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാണ്, സീറോ നമുക്ക് കൊടുക്കുകയാണ്. സോ ആക്ച്വൽ കേസസ് സീറോ ആയിരിക്കില്ല, പക്ഷേ ലോഡിങ് എക്സിലും വൈയിലും മാത്രമേ നമ്മൾ ലോഡ് കൊടുക്കുന്നുവെങ്കിൽ ഇസഡ് ഡയറക്ഷനിലുള്ളത് എന്തുവാകും മാക്സിമം? അത് ഇറ്റ് വിൽ ബി നിയർലി ഈക്വൽ ടു സീറോ. പക്ഷേ നിങ്ങളത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ സീറോ ആയിരിക്കത്തില്ല, പക്ഷേ സിഗ്മ എക്സ് എക്സിനെയും സിഗ്മ വൈ വൈയെയും കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി വെരി മച്ച് ലെസർ. അങ്ങനത്തെ കേസിൽ നമ്മൾ സിഗ്മ z or z direction stress, normal stress as well as shear stress along z direction is taken as 0. So അങ്ങനത്തെ കേസിൽ നമ്മൾ we can convert a 3D problem into a 2D problem. So for that purpose we will use a condition known as plane stress condition. So ഇങ്ങനത്തെ കേസിൽ we will have sigma xx. അതേപോലെ ഇവിടെ വേറെന്ത് സ്ട്രെസ് കാണും? ഷിയർ സ്ട്രെസ് കാണും, ടാൻജൻഷ്യൽ ഓർ ഷിയർ സ്ട്രെസ്സസ് ഇവിടെ കാണും. സോ അതൊക്കെ നമ്മളിവിടെ കൺസിഡർ ചെയ്യാറുണ്ട്. ലെങ്ത് വൈസിൽ സിഗ്മ എക്സ് എക്സും ബ്രെഡ്ത്ത് വൈ ഡയറക്ഷനിൽ സിഗ്മ വൈ വൈയും. സോ അങ്ങനത്തെ സ്ട്രെസ്സസ് ഉണ്ടായിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു 3D പ്രോബ്ലത്തിനെ 2D ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക. സോ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സ്ട്രെസ് കോമ്പോണൻസ് ഒക്കെ കുറഞ്ഞു? നമുക്ക് കുറഞ്ഞത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സിഗ്മ ഇസഡ് ഇസഡ്, ടൗ എക്സ് ഇസഡ് ആൻഡ് ടൗ വൈ ഇസഡ്, ഷിയർ സ്ട്രെസ് അലോങ് ഇസഡ് ഡയറക്ഷൻ. അത് രണ്ടും നമുക്ക് സീറോ തന്നെയാണ്. അപ്പോൾ ഈ മൂന്ന് സ്ട്രെസ്സും സീറോ ആകുമ്പോൾ ആ പ്രോബ്ലത്തിലുള്ള ഇസഡ് കോമ്പോണൻറ്റ് സ്ട്രെസ് വാല്യൂസ് എല്ലാം നമുക്കങ്ങ് നെഗ്ലക്റ്റ് ചെയ്യാം. ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നോക്കുകയാണെങ്കിൽ വിൽ ഹാവ് ഈ കോഷീസ് ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 3D കേസിൽ എന്തൊക്കെ ഉണ്ട്? ഇസഡ് സ്ട്രെസ് ഉണ്ട്, സിഗ്മ ഇസഡ് ഇസഡ് ഉണ്ട്, ഇവിടെയുള്ള സിഗ്മ ഇസഡ് ഇസഡ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ടൗ എക്സ് ഇസഡ്, ടൗ വൈ ഇസഡ്. അപ്പോൾ ഇത് മൂന്നും സീറോ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ടേം തന്നെ അങ്ങ് എന്താവും? ക്യാൻസൽ ആയിട്ട് അങ്ങ് പോകും. അതേപോലെ തന്നെ ഇവിടെ ഉള്ള ഈ രണ്ട് ടേംസും ദാറ്റ് വിൽ ഓൾസോ ഗെറ്റ് ക്യാൻസൽഡ്. അപ്പോൾ നമ്മുടെ കോഷീസ് ഇക്വേഷൻ വളരെ ചെറിയൊരു ഇക്വേഷനായിട്ട് ചുരുങ്ങും. സോ അത് തന്നെയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഇൻ 2D. സോ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് നോർമലായിട്ട് നമ്മൾ ഇതുവരെ നോക്കിയത് 3D ആണ്. അതേപോലെ തന്നെ നമ്മൾ പ്ലെയിൻ സ്ട്രെസ്സിനെ പറ്റി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ എന്തുവാണെന്ന്. സോ നൗ വി ആർ ഗോയിങ് ടു അപ്ലൈ ദ പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ ഫോർ ഇവാലുവേറ്റിംഗ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. അത് ഓർത്തേക്കുക, നമ്മൾ പ്ലെയിൻ സ്ട്രെസ് എന്താണെന്ന് നേരത്തെ കണ്ടു. സോ അതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ചെറുതായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ, അതായത് ഒരു 3D പ്രോബ്ലത്തിനെ 2D ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു കേസിന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വി ആർ ഗോയിങ് ടു അപ്ലൈ ദിസ് പെർട്ടിക്കുലർ കേസ് ഇൻ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. സോ അടുത്ത് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഇൻ 2D. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നോർമൽ ഒരു 3D കേസിന് ഞാൻ എന്തുമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്? ഐ എം ജസ്റ്റ് ഗോയിങ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ 2D കേസ്. സോ സ്ട്രെസ്സസ് ഇൻ 3D എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ സ്ട്രെസ്സസ് കാണും ഇവിടെ? 3D കേസിൽ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്, TN എന്ന് പറഞ്ഞ ഒരു റിസൾട്ടൻറ്റ് സ്ട്രെസ്സ് നമുക്ക് നേരത്തെ കണ്ടു. സോ TN ഇസ് ഡിപ്പെൻഡൻ്റ് അപ്പോൺ ടു സ്ട്രെസ്സസ്, നോർമൽ സ്ട്രെസ്സസ് ആൻഡ് ഷിയർ സ്ട്രെസ്. നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ്, ഈ രണ്ട് സ്ട്രെസ്സിനും ഡിപ്പെൻഡ് ആയിട്ടുള്ള സ്ട്രെസ്സാണ് നമ്മുടെ റിസൾട്ടൻറ്റ് സ്ട്രെസ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്ന ഇതിലോട്ട് നമ്മൾ പോകുന്നതിന് മുമ്പേ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഒന്നുകൂടെ തരാണ്. സോ ഹൗ ക്യാൻ വി റെഡ്യൂസ് എ 3D പ്രോബ്ലം ഇൻ ടു എ 2D പ്രോബ്ലം എന്ന്. സോ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ നോർമൽ സ്ട്രെസ് ഇക്വേഷൻ. നേരത്തെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, കോഷീസ് ഇക്വേഷൻ എന്ന് ഡെവലപ്പ് ചെയ്ത നോർമൽ സ്ട്രെസ് ഇക്വേഷൻ. ഇതിൽ എന്തൊക്കെ ടേംസ് ഉണ്ട്? സിഗ്മ എക്സ് ഉണ്ട്, സിഗ്മ വൈ ഉണ്ട്, സിഗ്മ ഇസഡ് ഉണ്ട്. സോ അതിനെയൊക്കെ റിലേറ്റ് ചെയ്യാൻ നമുക്ക് എന്തുണ്ട്? ആ നോർമലുമായിട്ട് നോർമൽ ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഏതിലാണ്? സ്ട്രെസ്സസ് ഇൻ ആർബിട്രറി പ്ലെയിൻ. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. ആ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ നിന്നും കോഷീസ് ഇക്വേഷനിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്ത നോർമൽ സ്ട്രെസ്സാണ്. അപ്പോൾ ഈ NX എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ കൊസൈൻസ്
സോ എൻ വൈയും ഡയറക്ഷൻ കൊസൈൻ, എൻ ഇസഡും ഡയറക്ഷൻ കൊസൈൻ അലോങ് ഇസഡ് വൈ ആൻഡ് എക്സ് ഡയറക്ഷൻസ്. സോ നിങ്ങൾ അടുത്ത് നോക്കുകയാണെങ്കിൽ സിഗ്മ ഇസഡ് ഇസ് എ സ്ട്രെസ് അലോങ് ഇസഡ് ഡയറക്ഷൻ, സിഗ്മ എക്സ് സ്ട്രെസ് അലോങ് എക്സ് ഡയറക്ഷൻ, സിഗ്മ വൈ എന്ന് പറയുമ്പോൾ സ്ട്രെസ് അലോങ് വൈ ഡയറക്ഷൻ. ഇത് എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, ഇസഡ് ഡയറക്ഷൻ. സോ അതേപോലെ തന്നെ എൻ എക്സ് എൻ വൈ ഇതൊക്കെയാണെങ്കിലും ഇതൊക്കെ എന്താണ്, നമുക്ക് ഷിയർ സ്ട്രെസ്സസ് ആണ്. ഇതൊക്കെ ഷിയർ സ്ട്രെസ്സസ് ആണ്. ഇപ്പോൾ നമ്മൾ ഇതേ 3D കേസിനെ 2D ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വി ആർ ഗോയിങ് ടു അസ്യൂം പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ. സോ പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇപ്പോൾ 0 ആയിട്ട് മാറുന്നത്, ഏതൊക്കെ സ്ട്രെസ് കോമ്പോണൻറ്റ് 0 ആവും? നമ്മുടെ സിഗ്മ ഇസഡ് 0 ആവും. അപ്പോൾ നമുക്കിതിനങ്ങ് ക്യാൻസൽ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ടൗ ഐ ഇസഡ് അതങ്ങ് 0 ആവും. 3D യും 2Dയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ്. അതേപോലെ തന്നെ നമ്മുടെ ടൗ ഇസഡ് എക്സും അതങ്ങ് 0 ആവും. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സിഗ്മ എൻ വിൽ നൗ ബിക്കം എൻ എക്സ് സ്ക്വയർ സിഗ്മ എക്സ് പ്ലസ് എൻ വൈ സ്ക്വയർ സിഗ്മ വൈ പ്ലസ് 2nx ny ടൗ എക്സ് വൈ. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു നോർമൽ 3D പ്രോബ്ലത്തിനെ 2Dയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് വി ആർ ജസ്റ്റ് അസ്യൂമിങ് പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ ഫോർ എ 3D പ്രോബ്ലം. അങ്ങനെ 3D പ്രോബ്ലത്തിൽ നമ്മളിപ്പോൾ പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ അസ്യൂം ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഒരു നോർമൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ടു എൻ എക്സ് സ്ക്വയർ സിഗ്മ എക്സ് പ്ലസ് എൻ വൈ സ്ക്വയർ സിഗ്മ വൈ പ്ലസ് 2nx ny ടൗ എക്സ് വൈ. അപ്പോൾ 2 നോർമൽ സ്ട്രെസ്സസ് ഉണ്ട്. എക്സ് ഡയറക്ഷണൽ നോർമൽ സ്ട്രെസ്സും വൈ ഡയറക്ഷണൽ നോർമൽ സ്ട്രെസ്സും അതിനെ അക്കമ്പനി ചെയ്യുന്ന ഒരു ഷിയർ സ്ട്രെസ്സും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ കിട്ടുമ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് ഏതോ ഒരു പെർട്ടിക്കുലർ പ്ലെയിനിനെ പറ്റിയാണ്. ഈ പ്ലെയിനിനെ പറ്റിക്ക് നമ്മൾ എന്തിനാണ് നോക്കുന്നത്? ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ, തീറ്റ എന്നുള്ള ഒരു ആംഗിളിലുള്ള ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആയിരിക്കും നമ്മുടെ പ്രിൻസിപ്പൽ പ്ലെയിൻ. ആ പ്രിൻസിപ്പൽ പ്ലെയിനിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആ പ്രിൻസിപ്പൽ പ്ലെയിനിൽ നോർമൽ സ്ട്രെസ്സ് കാണും, പക്ഷേ ഷിയർ സ്ട്രെസ് കാണില്ല. ബട്ട് ഹൗവർ വി ഹാവ് ടു ഫോർമുലേറ്റ് എ റിലേഷൻ ഫോർ നോർമൽ ആസ് വെൽ ആസ് ഷിയർ സ്ട്രെസ്. നമ്മളൊരു ഓബ്ലിക് പ്ലെയിൻ എടുക്കുകയാണ്, തീറ്റ എന്നുള്ള ആംഗിളിലുള്ള ഒരു പെർട്ടിക്കുലർ പ്ലെയിൻ നമ്മൾ എടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്ലെയിൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഒരു പ്ലെയിൻ വിൽ ബി അവർ പ്രിൻസിപ്പൽ പ്ലെയിൻ. ആ പ്രിൻസിപ്പൽ പ്ലെയിനിലാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആക്ട് ചെയ്യുന്നത്, പ്രിൻസിപ്പൽ പ്ലെയിൻസിലാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആക്ട് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ പ്ലെയിനിൻ്റെ പ്രത്യേകത എന്തുവാണ്? ആ പ്രിൻസിപ്പൽ പ്ലെയിനിൽ ഷിയർ സ്ട്രെസ്സ് കാണില്ല, പക്ഷേ പ്രിൻസിപ്പൽ പ്ലെയിൻസ് അല്ലാത്ത പ്ലെയിനുകളിൽ ഷിയർ സ്ട്രെസ്സസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ പ്ലെയിൻസ് അല്ലാത്ത ഏതോ ഒരു ഓബ്ലിക് പ്ലെയിൻ, നമുക്കറിയില്ല ഇത് പ്രിൻസിപ്പൽ പ്ലെയിൻ ആണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. തീറ്റ എന്നുള്ള ഏതോ ഒരു ആംഗിളിലുള്ള ഒരു പെർട്ടിക്കുലർ പ്ലെയിൻ നമ്മളിപ്പോൾ എടുക്കുകയാണ്. ഒബ്ജക്റ്റ് അണ്ടർ കൺസിഡറേഷൻ ഇസ് എ റെക്ടാങ്കുലർ പ്ലേറ്റ്. ഒരു റെക്ടാങ്കുലർ എലമെൻറ്റിൽ ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ലാമിന, ഒരു ഏരിയയാണ് അത്. ഇസഡ് ഡയറക്ഷൻ നമ്മൾ എടുത്തിട്ടില്ല. ഒരു 2D റെക്ടാങ്കുലർ പ്ലേറ്റ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനത്തെ ഒരു റെക്ടാങ്കുലർ പ്ലേറ്റിൽ ഇപ്പോൾ ആക്ട് ആകുന്ന സ്ട്രെസ്സസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സിഗ്മ എക്സ്, ഇതെവിടെയും അതേപോലെ തന്നെ സിഗ്മ എക്സ് തന്നെയാണിതും. അതേപോലെ വൈ കോമ്പണൻറ്റ് നോർമൽ സ്ട്രെസ്സസ് സിഗ്മ വൈ, ടാൻജൻഷ്യൽ ഓർ ഷിയർ സ്ട്രെസ്സസ് ടൗ എക്സ് വൈ. ഇതെന്ത് ചെയ്യുകയാണ്? ഈ ഷിയർ സ്ട്രെസ് ഇസ് ആക്ച്വലി കോസിങ് സം ഷിയർ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് പ്ലെയിൻ ഡിഫോർമേഷൻ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സംഭവങ്ങൾ തന്നെയാണ് ഇതൊക്കെ. സോ അങ്ങനെ ഈ ഒരു പെർട്ടിക്കുലർ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ഹാവ് ഒരു പെർട്ടിക്കുലർ ഓബ്ജക്റ്റ്. നമ്മുടെ പ്ലെയിൻ അണ്ടർ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലെയിൻസ് മേ പാസ് ത്രൂ ദിസ്. അത് നമ്മൾ എന്തിനാണ് ഈ പ്രിൻസിപ്പൽ പ്ലെയിൻ തേടി കണ്ടുപിടിക്കുന്നത്? കാരണം ആ പ്ലെയിനിലാണ്, ആ പ്രിൻസിപ്പൽ പ്ലെയിനിലായിരിക്കും നമ്മുടെ മാക്സിമം സ്ട്രെസ് അതിലായിരിക്കും ഉണ്ടാകുക. നോർമൽ സ്ട്രെസ്, മാക്സിമം നോർമൽ സ്ട്രെസ് ഉണ്ടാകുക പ്രിൻസിപ്പൽ പ്ലെയിനിലായിരിക്കും. അതേപോലെ തന്നെ ആ പർട്ടിക്കുലർ പ്ലെയിനിൽ വേറെ ഷിയർ സ്ട്രെസ് ആക്ട് ആകില്ല എന്നുമുണ്ട്. സോ ആ ഒരു പർട്ടിക്കുലർ പ്ലെയിൻ ഇസ് ഓൾവേസ് ആൻ ഏരിയ അണ്ടർ കൺസിഡറേഷൻ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണത്. സോ പക്ഷേ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന ഈ പർട്ടിക്കുലർ പ്ലെയിൻ തീറ്റ, ഇതൊരു പ്രിൻസിപ്പൽ പ്ലെയിൻ ഒന്നുമല്ല, ഇതൊരു പ്ലെയിൻ, ഏതോ ഒരു പ്ലെയിൻ, ഒരു ജനറൽ ഇക്വേഷൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി തീറ്റ എന്നുള്ള ഒരു ആംഗിളിൽ ആക്ട് ആകുന്ന ഒരു പ്ലെയിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ പ്ലെയിനിൽ ഒരു നോർമൽ സ്ട്രെസ്സും ഒരു ഷിയർ സ്ട്രെസ്സും ഉണ്ടെന്നങ്ങ് കൺസിഡർ ചെയ്യുക. സോ ആസ് ഐ ഓൾറെഡി സ്റ്റേറ്റഡ് ഹിയർ. ഓക്കെ, അപ്പോൾ ആ നോർമൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. സ്ട്രെസ്സസ് ഓൺ എനി ആർബിട്രറി പ്ലെയിൻ, മറ്റേ കൗഷീസ് ഇക്വേഷൻ എന്ന് നമ്മൾ കൊണ്ടുവന്ന് ഡിറൈവ് ചെയ്തത്, നോർമൽ ആസ് വെൽ ആസ് ഷിയർ ആസ് വെൽ ആസ് റിസൾട്ടൻറ്റ് സ്ട്രെസ്. അതേപോലെ നമ്മളൊരു തീറ്റ എന്നുള്ള ആംഗിളിൽ ഒരു പ്ലെയിൻ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നു. ആ പ്ലെയിനിലെ നോർമൽ സ്ട്രെസ്സ്
ഈ ഇക്വേഷൻ, ഈ 3D എന്നുള്ള ഇക്വേഷനെ നമ്മൾ 2Dയിലോട്ട് അങ്ങ് ചുരുക്കി. nx² സിഗ്മ എക്സ് പ്ലസ് ny² സിഗ്മ വൈ പ്ലസ് 2nx ny tau xy. അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ nxനെ എന്ത് ചെയ്യുന്നു, nx ny ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, nx നമുക്കിപ്പോൾ അറിയാം ആംഗിള് തീറ്റയാണ്. തീറ്റ എന്ന ഒറ്റ ആംഗിളേ നമുക്കിപ്പോൾ ഉള്ളൂ. സോ nx cos തീറ്റ, nx cos തീറ്റ. ny എന്തുമായിരിക്കും? nx cos തീറ്റ ആണെങ്കിൽ ny എന്തുമായിരിക്കും? നമുക്കറിയാം nxും nyയും പെർപെൻഡിക്കുലർ പ്ലെയിൻസിൽ ആക്ട് ആകുന്ന സ്ട്രെസ്സസ് ആണ്. പെർപെൻഡിക്കുലർ പ്ലെയിൻസ് എക്സും വൈ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ പ്ലെയിൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ആംഗിൾ തമ്മിൽ എന്തായിരിക്കും റിലേഷൻ? ny എന്ന് പറയുമ്പോൾ cos 90 മൈനസ് തീറ്റ. അതാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്, cos 90 മൈനസ് തീറ്റ. അപ്പോൾ nx രണ്ട് പ്ലെയിനേ ഉള്ളുവെങ്കിൽ എക്സ് വൈ ഇസഡ് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസ് ആണ്. അപ്പോൾ എക്സുമായിട്ടുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ വൈയുമായിട്ടുള്ള ആംഗിൾ 90 മൈനസ് തീറ്റ ആയിരിക്കും സ്വാഭാവികമായിട്ടും. സോ ലെറ്റ് us consider like that nx is equal to cos theta and ny equal to cos 90 minus theta. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇക്വേഷനിലുള്ളത് nx² സിഗ്മ എക്സ് എന്നാണ്. അപ്പോൾ nx² സിഗ്മ എക്സ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സിഗ്മ എക്സ് എക്സ്, nx² സിഗ്മ എക്സ് എക്സ് അത്രയേ ഉള്ളൂ. എക്സ് നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ അങ്ങ് ഫോളോ ചെയ്താൽ മതി. nx² സിഗ്മ എക്സ് എക്സ്, ദാറ്റ് ഇസ് cos² തീറ്റ സിഗ്മ എക്സ് എക്സ്. അടുത്ത് ny² സിഗ്മ വൈ ഓർ ny² സിഗ്മ വൈ വൈ, അതേ ഇക്വേഷൻ തന്നെയാണ്. സോ ദാറ്റ് ഇസ് cos² 90 മൈനസ് തീറ്റ. തീറ്റ ny എന്ന് പറയുമ്പോൾ cos 90 മൈനസ് തീറ്റ. അപ്പോൾ ny² എന്ന് പറയുമ്പോൾ cos² 90 മൈനസ് തീറ്റ പ്ലസ് 2nx ny tau xy, പ്ലസ് 2 ഇൻറ്റു tau xy, nx cos തീറ്റ ny cos 90 മൈനസ് തീറ്റ. ഇത്രയേ ഉള്ളൂ സംഭവം. സോ ഇതിനെ നമ്മളിങ്ങനെ എഴുതുകയാണെങ്കിൽ cos 90 മൈനസ് തീറ്റ എന്ന് വെച്ചാൽ എന്തുവാണ്? ഇറ്റ് ഇസ് ഓൾസോ ഈക്വൽ ടു സൈൻ തീറ്റ. അത്രയേ ഉള്ളൂ സംഭവം. cos 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സൈൻ തീറ്റ. നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സും വൈയും ആണെന്ന് വെച്ചോളൂ. ഇതാണ് n എങ്കിൽ ഇത് എന്നും ഇത് തീറ്റയുമാണെങ്കിൽ nx എന്താണ്? nx ഈക്വൽ ടു കോസ് തീറ്റയാണ്. സോ n കോസ് തീറ്റ അങ്ങനെ വെച്ചോളാം. ഇതിവിടെ y ഡയറക്ഷനിൽ വരികയാണെങ്കിൽ ny സൈൻ തീറ്റ. അത്രയേ ഉള്ളൂ. നോർമൽ റെസൊല്യൂഷൻ അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടത്, തീറ്റ എന്നും 90 മൈനസ് തീറ്റ എന്നും. So cos 90 minus theta is sin theta. So this equation will become sigma xx cos square theta plus sigma yy sin square theta plus 2 tau xy cos theta sin theta എന്ന് ഈ ഇക്വേഷൻ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം. അടുത്ത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ cos square theta could also be written as 1 plus cos 2 theta by 2. സോ നിങ്ങളുടെ അത് ട്രിഗണോമെട്രിക് ഇക്വേഷൻ നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ കോസ് സ്ക്വയർ തീറ്റ, അതേപോലെ കോസ് 2 തീറ്റ ആണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? കോസ് 2 തീറ്റയ്ക്കും നിങ്ങൾക്ക് രണ്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇൻ ടേംസ് ഓഫ് സൈൻ തീറ്റ ആസ് വെൽ ആസ് സൈൻ സ്ക്വയർ തീറ്റ ആസ് വെൽ ആസ് കോസ് സ്ക്വയർ തീറ്റ. സോ കോസ് 2 തീറ്റ എന്ന് പറയുമ്പോൾ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1, അതേപോലെ 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. സോ അതേപോലെ ആ ഒരു ഇക്വേഷൻ തന്നെയാണ്. അതൊന്ന് റീറൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോസ് സ്ക്വയർ തീറ്റയ്ക്ക് ഒരു ഇക്വേഷൻ കിട്ടും 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2. അതേപോലെ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് നമുക്ക് കിട്ടുന്ന റിലേഷൻ 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2. നിങ്ങൾ നേരത്തെ പഠിച്ച ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് തന്നെയാണ്. ഒന്ന് ബ്രഷപ്പ് ചെയ്തോളൂ ആ കോൺസെപ്റ്റൊക്കെ. അപ്പോൾ വി ക്യാൻ റൈറ്റ് കോസ് സ്ക്വയർ തീറ്റ ആസ് 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2. അതേപോലെ സൈൻ സ്ക്വയർ തീറ്റ കുഡ് ബി റിട്ടൺ ആസ് 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2. അഗെയിൻ കോസ് തീറ്റ സൈൻ തീറ്റ അതെങ്ങനെ എഴുതാം? 2 കോസ് തീറ്റ, ഈ 2 നമുക്ക് കൊണ്ടുവരാം, ടൗ എക്സ് വൈ പുറത്തെടുത്തിട്ട്
2 ഇവിടെ കൊണ്ടുവന്നാൽ 2 cos തീറ്റ സൈൻ തീറ്റ കുഡ് ബി റിട്ടൺ ആസ് സൈൻ 2 തീറ്റ. സോ നിങ്ങൾക്ക് ഇത് ഓർമ്മയില്ലെങ്കിൽ നിങ്ങളുടെ പഴയ ലോഗ് ടേബിൾസ് നിങ്ങൾ +2 യൂസ് ചെയ്ത ലോഗ് ആൻഡ് ടാൻ ടേബിൾസ്, അതൊക്കെ ക്ലാർക്സ് ടേബിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അതൊന്ന് എടുത്ത് നോക്കുക, അതിലുണ്ടായിരിക്കുന്നതാണ് ഇതൊക്കെ. ജസ്റ്റ് നിങ്ങൾ പഠിച്ച ട്രിഗ്നോമെട്രിക് കോൺസെപ്റ്റ്സ്, അത്രയേ ഉള്ളൂ. Again, so now we can simplify this. On simplifying, we'll get it as sigma xx plus sigma xx cos 2 theta by 2 അതേപോലെ sigma yy minus sigma yy cos 2 theta by 2 plus tau xy sin 2 theta. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ cos 2 theta ഉള്ള ടേംസിനെ അങ്ങ് ഒരുമിച്ച് അറേഞ്ച് ചെയ്യാം, cos 2 theta ഇല്ലാത്ത ടേംസിനെ ഒരുമിച്ച് അറേഞ്ച് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ sigma xx plus sigma yy by 2ഉം അതേപോലെ ഇവിടെ cos 2 തീറ്റ നമ്മൾ കോമൺ ആയിട്ട് എടുത്താൽ സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ വൈ വൈ ബൈ 2 പ്ലസ് ടൗ എക്സ് വൈ സൈൻ 2 തീറ്റ. സോ ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ ഫോർ യുവർ നോർമൽ സ്ട്രെസ്. ഇതാണ് നിങ്ങളുടെ നോർമൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക, ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എളുപ്പമാണ്, ഓർമ്മിച്ചിരിക്കാൻ എളുപ്പമല്ലേ. നമുക്ക് 2 സ്ട്രെസ് കോമ്പോണൻസേ ഉള്ളൂ, സിഗ്മ എക്സ് എക്സും സിഗ്മ വൈ വൈയും. ഫസ്റ്റ് ടേം സിഗ്മ എക്സ് എക്സ് പ്ലസ് സിഗ്മ വൈ വൈ ബൈ 2 എന്നും, അടുത്ത ടേം സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ വൈ വൈ ബൈ 2. സോ ഈ 2 ടേം ഓർത്തിരിക്കുകയാണെങ്കിൽ അടുത്തുള്ള 2 ആംഗിൾസും അങ്ങ് ഓർത്ത് വെച്ചേക്കുക. ഇത് cos 2 തീറ്റ, അടുത്ത് ഒരു ടൗ എക്സ് വൈ വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ സൈൻ 2 തീറ്റ. ഇതെങ്ങനെയെങ്കിലും ഒന്ന് കാണാതെ ഓർത്ത് വെച്ചേക്കുക, ഒന്ന് പഠിച്ചു വെച്ചേക്കുക ഇക്വേഷൻ. അപ്പോൾ നമുക്ക് സിഗ്മ എൻ അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റിസൾട്ടൻറ്റ് സ്ട്രെസ്. സോ റിസൾട്ടൻറ്റ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ടി എൻ ഹോൾ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ടി എക്സ് എൻ സ്ക്വയർ പ്ലസ് ടി വൈ എൻ സ്ക്വയർ. ശരിക്കും ഇത് എത്രയാണുള്ളത്? നമുക്ക് ടി എൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3D കേസിൽ എന്തൊക്കെയായിരിക്കും? 3D കേസിൽ നമ്മൾ കണ്ട ഇക്വേഷൻ ടി എൻ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ടി എക്സ് എൻ സ്ക്വയർ പ്ലസ് ടി വൈ n square plus t z n സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ ആ ഇക്വേഷൻ കണ്ടത്. അതിപ്പോൾ 2D കേസായിട്ട് മാറ്റുമ്പോൾ നമുക്ക് ഏത് 2 ടേംസ് മാത്രമേ കാണൂ? ടി എക്സും ടി വൈ മാത്രമേ കാണൂ, ടി ഇസഡ് നമ്മളങ്ങ് ക്യാൻസൽ ചെയ്യും പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷനിൽ. അപ്പോൾ നമുക്കിത് രണ്ടുമേ കാണൂ. അതേപോലെ തന്നെ നമ്മുടെ കോഷ്യസ് ഇക്വേഷൻ നേരത്തെ കണ്ടതുപോലെ ദാറ്റ് വിൽ ഓൾസോ റെഡ്യൂസ്ഡ് ഇൻ ടു 2D കേസ്. ആ ഇസഡ് ഡയറക്ഷനിലുള്ള സ്ട്രെസ് കോമ്പോണൻസ് ഒക്കെ അങ്ങ് 0 എന്നാവും. സോ വിൽ ഗെറ്റ് എൻ എക്സ് സിഗ്മ എക്സ് എക്സ് പ്ലസ് എൻ വൈ ടൗ വൈ എക്സ്. അതേപോലെ ടി വൈ എൻ എന്ന് പറയുമ്പോൾ എൻ എക്സ് ടൗ എക്സ് വൈ പ്ലസ് എൻ വൈ സിഗ്മ വൈ വൈ എന്ന് കിട്ടും. സോ നമുക്കിപ്പോൾ വേണ്ടത് റിസൾട്ടൻ്റ് ആണ്. റിസൾട്ടൻ്റ് നമുക്കിപ്പോൾ ഫോർമുലേറ്റ് ചെയ്യാം. ഈ 2 സ്ട്രെസ്സസും ഉണ്ടെങ്കിൽ നമുക്ക് റിസൾട്ടൻ്റ് ഫോർമുലേറ്റ് ചെയ്യാം. ടി എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതങ്ങ് സ്ക്വയർ ചെയ്യുക, അതേപോലെ ടി വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതും അങ്ങ് സ്ക്വയർ ചെയ്യുക. സോ വിൽ ഗെറ്റ് ദ റിസൾട്ടൻ്റ്. അപ്പോൾ നോർമലുമായി നമുക്ക് റിസൾട്ടൻറ്റുമായി, നോർമൽ സ്ട്രെസ്സുമായി നമുക്ക് റിസൾട്ടൻറ്റ് സ്ട്രെസ്സുമായി. അടുത്ത് നമുക്ക് എന്താണ് കിട്ടാനുള്ളത്? ഷിയർ സ്ട്രെസ്. ആ പെർട്ടിക്കുലർ പ്ലെയിനിലുള്ള ഷിയർ സ്ട്രെസ്സിനൊരു ഇക്വേഷൻ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യണം. സോ ദാറ്റ് വിൽ ബി ടി എക്സ് സ്ക്വയർ പ്ലസ് ടി എക്സ് എൻ സ്ക്വയർ പ്ലസ് ടി വൈ എൻ സ്ക്വയർ മൈനസ് സിഗ്മ എൻ സ്ക്വയർ. ഈ ഇക്വേഷൻ നമുക്കങ്ങ് എടുക്കാമല്ലോ, ടി എൻ സ്ക്വയർ മൈനസ് സിഗ്മ എൻ സ്ക്വയർ. അപ്പോൾ ടി എൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ടി എക്സ് എൻ സ്ക്വയർ പ്ലസ് ടി വൈ എൻ സ്ക്വയർ മൈനസ് സിഗ്മ എൻ സ്ക്വയർ. സോ സിഗ്മ എന്നിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നേരത്തെ. സോ ഒരു കോംപ്ലക്സ് ഡെറിവേഷനാണ്, കോംപ്ലക്സ് സിംപ്ലിഫിക്കേഷൻ. അങ്ങനെ സിംപ്ലിഫൈ ഒക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ, ദിസ് ഇസ് ആക്ച്വലി യുവർ ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇതൊന്ന് നോക്കിക്കോളുക. ഈ ഷിയർ സ്ട്രെസ് നിങ്ങൾ ഡെറിവേഷനൊന്നും പഠിക്കേണ്ട, പക്ഷേ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ഒറ്റ വാല്യൂ നിങ്ങൾക്ക് ഓർത്തിരിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഷിയർ സ്ട്രെസ് ഓർത്തിരിക്കാം. നോർമൽ സ്ട്രെസ് ഓർത്തിരിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഷിയർ സ്ട്രെസ് ഓർത്തിരിക്കാം. ഈ രണ്ടാമത്തെ ടേമാണ് നിങ്ങളുടെ ഷിയർ സ്ട്രെസ്, സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ വൈ വൈ പ്ലസ് ബൈ 2. കോസ് 2 തീറ്റ പകരം ഈ സൈൻ 2 തീറ്റ ഇങ്ങ് എടുത്താൽ മതി. അതേപോലെ ഈ കോസ് 2 തീറ്റ കൊണ്ട് അപ്പുറത്ത് ഇട്ട് കൊടുക്കുക. സോ അത്രേ ഉള്ളൂ. സോ ഈ ഇക്വേഷൻ, നോർമൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കുകയാണെങ്കിൽ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്.
അപ്പോൾ നോർമൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ cos 2 തീറ്റ പ്ലസ് tau xy sin 2 തീറ്റ എന്നാണ്. ഈ അവസാനത്തെ ടേം, ആദ്യത്തെ ടേം അങ്ങ് നമുക്ക് മറന്നേക്കാം. അവസാനത്തെ ടേം നോക്കിക്കൊള്ളുക, സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ വൈ വൈ ബൈ 2 cos 2 തീറ്റ പ്ലസ് tau xy sin 2 തീറ്റ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ടേമിന് അങ്ങ് മാറ്റി എഴുതാം. ഈ ഇവിടെയുള്ള sin 2 തീറ്റയെ ഇപ്പുറത്തിട്ടിട്ട് cos 2 തീറ്റ അപ്പുറത്തിട്ടിട്ട് ഇടയ്ക്കൊരു മൈനസും കൂടെ അങ്ങ് കൊടുത്താൽ മതി. സോ വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ഫോർ ഷിയർ സ്ട്രെസ്. സോ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക, ദിസ് ഇസ് യുവർ നോർമൽ സ്ട്രെസ്. ഓക്കെ, സിഗ്മ എൻ എന്ന് പറയുമ്പോൾ നോർമൽ സ്ട്രെസ്സാണ്. ദിസ് ഇസ് യുവർ നോർമൽ സ്ട്രെസ് ആൻഡ് ദിസ് ഇസ് യുവർ ഷിയർ സ്ട്രെസ്. സോ ഈ ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്കിപ്പോൾ നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും ഉണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് അവർ റിസൾട്ടൻറ്റ് സ്ട്രെസ്. നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ വി ക്യാൻ ഈസിലി ഇവാലുവേറ്റ് ദ വാല്യൂ ഫോർ ദ റിസൾട്ടൻറ്റ് സ്ട്രെസ്. സോ ഇതൊന്ന് നോക്കിക്കോളാം. ചില സ്പെഷ്യൽ കേസസ്, ഫസ്റ്റ് ഇതിൻ്റെ പേര് ബൈ ആക്സിയൽ ലോഡിംഗ് എന്നാണ് പറയുക, ബൈ ആക്സിയൽ സ്ട്രെസ് സിസ്റ്റം. സോ നോർമലായിട്ടുള്ള ലോഡിംഗ് നമുക്ക് സിഗ്മ എക്സ് കാണും, സിഗ്മ വൈ കാണും, പക്ഷെ എന്ത് കാണില്ല, നമുക്ക് ഷിയർ സ്ട്രെസ് കാണില്ല. ഷിയർ സ്ട്രെസ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇത് പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ അല്ല, ജസ്റ്റ് ഒരു ബൈ ആക്സിയൽ ലോഡിംഗ് ആണ്. പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്ത് കാണില്ല, ഈ ടി എൻ ആയിരിക്കും 0. ഓക്കെ, അതൊന്ന് ഓർത്തോളുക. ഇത് നമ്മൾ ഈ കൊടുക്കുമല്ലോ ഈ ഷിയർ ലോഡിംഗ്, ആ ലോഡിംഗ് ഇല്ലെന്നേ പറയുന്നുള്ളൂ. ഓബ്ലിക് പ്ലെയിനിലുള്ള ഷിയർ സ്ട്രെസ് 0 എന്നല്ല പറയുന്നത്. ഈ ലോഡിംഗ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല, ഷിയർ ലോഡ് അതിന് കൊടുക്കുന്നില്ല. പക്ഷേ ഈ ഓബ്ലിക് പ്ലെയിൻ ഏതെങ്കിലും ഒരു തീറ്റ എന്നുള്ള ആംഗിളിൽ ഒരു പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും കാണാനുള്ള സാധ്യതയുണ്ട്. ചില കേസിൽ കാണില്ല. അങ്ങനെ കാണില്ലെങ്കിൽ ആ പ്ലെയിനാണ് നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുക. ഇവിടെ ഷിയർ സ്ട്രെസ് ഉണ്ടായിരിക്കും ആ ഓബ്ലിക് പ്ലെയിനിൽ. നമ്മൾ ആ ലോഡിംഗ്, ഷിയർ ലോഡിംഗ് കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ. സിഗ്മ എക്സും സിഗ്മ വൈയും മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ ലോഡിംഗ്. സോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ലോഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ടെൻസൈൽ ടെസ്റ്റിങ്, പക്ഷേ അത് യൂണി ആക്സിൽ ലോഡിംഗ് ആണ്. ബൈ ആക്സിൽ എന്ന് പറയുമ്പോൾ നോർമൽ പ്ലേറ്റ് പ്രോബ്ലത്തിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ലോഡിംഗ്, പ്ലേറ്റ് വിത്ത് ഹോൾ, ഇങ്ങനെ ഈ ബോൾട്ടഡ് പ്ലേറ്റ്, അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനത്തെ ലോഡിംഗ് ആയിരിക്കും. കൂടെ ഷിയർ സ്ട്രെസ്സും കൊടുക്കാം തീർച്ചയായിട്ടും. ഷിയർ സ്ട്രെസ് ഇല്ലാത്ത ഒരു കേസാണിത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഈ ഇക്വേഷനിൽ നിന്ന് ആ ഷിയർ സ്ട്രെസ് ടേം അങ്ങ് ക്യാൻസൽ ചെയ്യാം, അത്രയേ ഉള്ളൂ. ഈ ഇക്വേഷൻസ് നിന്ന് അങ്ങ് ഷിയർ സ്ട്രെസ് ടേമിനെ അങ്ങ് ക്യാൻസൽ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ സിഗ്മ എൻ ആൻഡ് സിമിലർലി യു വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ tau n. ആ ഷിയർ സ്ട്രെസ് ടേം അങ്ങ് ക്യാൻസൽ ചെയ്യുക. അടുത്തൊരു കേസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരു ലോഡും ഇല്ല, എക്സ് ഡയറക്ഷൻ ലോഡിങ് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സിമ്പിൾ ടെൻഷൻ ടെസ്റ്റൊക്കെ, ടെൻസൈൽ ടെസ്റ്റിംഗ്. നിങ്ങൾ MOSൻ്റെ ലാബുണ്ട്, മെറ്റീരിയൽസ് ലാബ്. സോ അതിൽ നിങ്ങൾക്ക് സിമ്പിൾ ടെൻഷൻ ടെസ്റ്റ് ഉണ്ട്. സോ അങ്ങനത്തെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ വി ആർ ജസ്റ്റ് ഗിവിങ് ആക്സിയൽ ലോഡ് ഓർ ടെൻസൈൽ ലോഡ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. സോ അങ്ങനെ കേസത്തിൽ ആ ടൈപ്പ് ഓഫ് കേസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണി ആക്സിയൽ സ്ട്രെസ്, ടെൻസൈൽ ലോഡ്, ആക്സിയൽ ലോഡ് എന്ന് പറയാം, ടെൻസൈലില്ല. ചില കേസസിൽ നമുക്ക് കംപ്രസീവ് ലോഡും കൊടുക്കുന്നതായിരിക്കാം. ഓക്കെ, സോ യൂണി ആക്സിസിൽ ഒറ്റ ലോഡേ ഉള്ളൂ, വൈ ലോഡിംഗ് ഇല്ല, ഷിയർ ലോഡിങ്ങും ഇല്ല. സോ അങ്ങനത്തെ കേസിൽ again this equation will all again get reduced. സിഗ്മ n നമുക്ക് എന്തൊക്കെ കാണില്ല, സിഗ്മ വൈയും will get reduced as well as this term will also get reduced. ഓക്കെ, സോ ഇപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെ മാറുമെന്ന് നോക്കിക്കൊള്ളുക. സിഗ്മ എക്സ് എക്സ് ബൈ 2 സിഗ്മ എക്സ് എക്സ് ബൈ 2 പ്ലസ് നമ്മളിവിടെ തന്നെ അങ്ങ് നോക്കാം, സിഗ്മ എക്സ് എക്സ് ബൈ 2 അങ്ങോട്ടൊന്നും നമ്മൾ പോകണ്ട, അങ്ങനെ പോയാലും കുഴപ്പമില്ല. സോ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ഇതെന്ന സിഗ്മ വൈയും ഈ ടേമും ക്യാൻസൽ ആയാൽ എന്ത് സംഭവിക്കും? ദ ഇക്വേഷൻ വിൽ റിമെയിൻ ആസ് സിഗ്മ എക്സ് എക്സ് കോസ് സ്ക്വയർ തീറ്റ, അത്രയേ ഉള്ളൂ. അഗെയിൻ tau n എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബിക്കം സിഗ്മ എക്സ് ബൈ 2 സൈൻ 2 തീറ്റ. ഈ ടേം അങ്ങ് ക്യാൻസലായി പോയാൽ, ഇത് രണ്ടും ക്യാൻസലായി പോയാൽ സിഗ്മ എക്സ് എക്സ് ബൈ 2 സൈൻ 2 തീറ്റ. ഇത് നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു ഇതിൽ മോഡിഫൈ ചെയ്തില്ല എന്ന് വെച്ചാൽ സിഗ്മ എക്സ് എക്സ് ബൈ 2 കോമൺ ആയിട്ട് എടുത്തിട്ട് 1 പ്ലസ് കോസ് 2 തീറ്റ എന്ന് വരും. സോ 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 അഗെയിൻ ദാറ്റ് വിൽ ബിക്കം കോസ് സ്ക്വയർ തീറ്റ. അതാണ് നേരെ ഞാൻ നേരിട്ട് ഈ ഒരു ഇതിൽ നിന്ന് അങ്ങ് റെഡ്യൂസ് ചെയ്തത്, സിഗ്മ വൈ വൈയും tau എക്സ് വൈയും ഈ കേസിൽ. സോ സിഗ്മ എക്സ് എക്സ് കോസ് സ്ക്വയർ തീറ്റ.
സോ ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, അതൊന്നും കാണാൻ പഠിക്കണമെന്ന് ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങളത് അറിഞ്ഞു വെച്ചേക്കുക. ഈ കണ്ടീഷൻസൊക്കെ ഇങ്ങനെയും ലോഡിംഗ് ഉണ്ടായിരിക്കാം. അടുത്ത ലോഡിംഗ് കേസ് എന്ന് പറയുമ്പോൾ ഷിയർ സ്ട്രെസ് മാത്രമേ ഉള്ളൂ, നോർമൽ സ്ട്രെസ് ഒന്നും തന്നെ ഇല്ല. സിഗ്മ എക്സും ഇല്ല, സിഗ്മ വൈയും ഇല്ല, നമുക്കുള്ളത് ഷിയർ സ്ട്രെസ് മാത്രം. ഇങ്ങനെയും ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ അങ്ങനത്തെ കണ്ടീഷൻസിലാണെങ്കിൽ അഗെയിൻ ദിസ് ഇക്വേഷൻ വിൽ ഗെറ്റ് റെഡ്യൂസ്ഡ്. സോ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ എന്ത് കാണില്ല, ഇവിടെ ഈ നോർമൽ സ്ട്രെസ് ഒന്നും തന്നെ കാണില്ല, ഷിയർ സ്ട്രെസ് മാത്രമേ കാണൂ, ടോ എക്സ് വൈ സൈൻ ടു തീറ്റ. അതേപോലെ ഇവിടെയും ഷിയർ സ്ട്രെസ് നോക്കുകയാണെങ്കിൽ ഇതൊന്നും കാണില്ല, നമുക്ക് ഇത് മാത്രമേ കാണൂ, ഷിയർ സ്ട്രെസ് മാത്രം. സോ അതാണ് ഈ ഇക്വേഷൻ. സിഗ്മ എൻ എന്ന് പറയുമ്പോൾ നോർമൽ സ്ട്രെസ് ടോ എക്സ് വൈ സൈൻ ടു തീറ്റ, ടൗ എൻ എന്ന് പറയുമ്പോൾ മൈനസ് ടൗ എക്സ് വൈ കോസ് ടു തീറ്റ. സോ ജസ്റ്റ് ആ ഇക്വേഷൻ, ഈ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷൻസ് ഉണ്ടല്ലോ, ഈ ഇക്വേഷൻസിൻ്റെ സം കണ്ടീഷൻസ്, ഇക്വേഷൻ എങ്ങനെയൊക്കെ നമുക്ക് മാറാം എന്നുള്ള കണ്ടീഷൻ, എങ്ങനെയൊക്കെ നമുക്ക് ഈ ഇക്വേഷൻസിനെ റീറൈറ്റ് ചെയ്യാം എന്നുള്ള കണ്ടീഷൻസാണ് നമ്മൾ ഈ കണ്ടത്, സം സ്പെഷ്യൽ കേസസ്. ഓക്കെ, ഇതൊന്നും ചുമ്മാ ഓർത്ത് വെച്ചേക്കുക. സോ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ഒരു 1-2 പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് നമുക്ക് ഈ സെഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, കുറച്ചുകൂടെ ഉണ്ട്, എന്നാലും നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാം. സോ ദ ക്വസ്റ്റൻ ഇസ്, at a point on a body, tensile stresses of 80 Newton per mm square and 40 Newton per mm square is acting in mutually perpendicular directions. This is accompanied by shear stress of 60 Newton per mm square. Determine the normal and shear stress acting along an oblique plane inclined at an angle 45 degree with the direction of the smaller tensile stress. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റനിൽ അവർ തന്നിട്ടുള്ളത്? ഒരു റെക്ടാങ്കുലർ ബോഡിയാണ്. സോ ആ റെക്ടാങ്കുലർ ബോഡിയിൽ 2 ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നു, 80 Newton per mm square and 40 Newton per mm square. സോ ദേ ആർ ആക്ടിങ് അലോങ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. സോ ഏതാണ് എക്സ് ഏതാണ് വൈ എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല, നമുക്ക് ലാർജർ സ്ട്രെസ്സിന് എക്സ് ഡയറക്ഷൻ എന്നങ്ങ് എടുക്കാം, സ്മോളറിന് വൈ എന്ന്. പിന്നെ ഷിയർ സ്ട്രെസ് വരെ വന്നിട്ടുള്ളത് 60 Newton per mm square ആണ് ഷിയർ സ്ട്രെസ്. സോ ഷിയർ സ്ട്രെസ്സിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ നോക്കിക്കൊള്ളുക, ബോട്ടം ഉള്ളത് ആൻറ്റി ക്ലോക്ക് വൈസും ഇത് ആ ഒരു ഡയറക്ഷനിലോട്ട്. സോ ഇത് രണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് ഡയറക്ഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസും ഇത് രണ്ടും ക്ലോക്ക് വൈസ് ആ ഒരു ഡയറക്ഷനിലങ്ങ് മാർക്ക് ചെയ്യാൻ ശ്രദ്ധിച്ചുള്ളത്, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് ക്ലോക്ക് വൈസിലും ഇത് കോസ് ചെയ്യുന്ന റൊട്ടേഷൻ, ഷിയർ സ്ട്രെസ് കോസ് ചെയ്യുന്ന ടോർക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇറ്റ് ഇസ് കോസിങ് വെർട്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ക്ലോക്ക് വൈസും ഹൊറിസോണലായിട്ട് നോക്കുകയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. അങ്ങനത്തെ ഒരു കണ്ടീഷൻ നിങ്ങളങ്ങ് ഓർത്ത് വെച്ചേക്കുക മാർക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, സോ ഷിയർ സ്ട്രെസ് ആൻഡ് ടെൻസൈൽ സ്ട്രെസ്സസ്. സോ ഇത് മൂന്നും നമുക്ക് തന്നിട്ടുണ്ട്. അവർ ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമൈൻ ദ നോർമൽ ആൻഡ് ഷിയർ സ്ട്രെസ് ആക്ടിങ് അലോങ് ആൻ ഓബ്ലിക് പ്ലെയിൻ. സോ ഒരു ഓബ്ലിക് പ്ലെയിൻ 45 ഡിഗ്രി ഉള്ളൊരു ഓബ്ലിക് പ്ലെയിൻ, അപ്പോൾ സ്മോളർ ടെൻസൈൽ സ്ട്രെസ്, അപ്പോൾ സ്മോളർ ടെൻസൈൽ സ്ട്രെസ്സുമായിട്ട് 45 ഡിഗ്രി സ്മോളർ ടെൻസൈൽ സ്ട്രെസ്സുമായിട്ട് 45 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്ന ഒരു ഓബ്ലിക് പ്ലെയിൻ. സോ അപ്പോൾ സ്മോളർ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ 40 ന്യൂട്ടനാണ് ഇവിടുത്തെ സ്മോളർ, അതാണ് ഈ വെർട്ടിക്കൽ സ്ട്രെസ്. ഈ സ്മോളർ സ്ട്രെസ്സുമായിട്ട് 45 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്ന ഒരു പ്ലെയിൻ, ആ പ്ലെയിനിൽ ആക്ട് ആകുന്ന നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക്, നോർമൽ ആസ് വെൽ ആസ് ഷിയർ സ്ട്രെസ്. ഈ പെർട്ടിക്കുലർ പ്ലെയിൻ, ഈ പ്ലെയിൻ ഇസ് മേക്കിംഗ് ആൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് ദ സ്മോളർ ടെൻസൈൽ സ്ട്രെസ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ 3 കാര്യങ്ങൾ നമുക്കായി. ഇൻഡയറക്റ്റായിട്ട് ആ ഇക്വേഷനിലോട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. നമുക്കിപ്പോൾ എല്ലാ ലോഡും ഉണ്ട്, സിഗ്മ എക്സും ഉണ്ട്, സിഗ്മ വൈയും ഉണ്ട്, ഷിയർ സ്ട്രെസ്സും ഉണ്ട്. അപ്പോൾ നമുക്കൊന്നും ചുരുക്കേണ്ട കാര്യമൊന്നുമില്ല, സ്പെഷ്യൽ കേസ് ഒന്നും നോക്കണ്ട, നമുക്ക് ഈ ഇക്വേഷൻസ് അങ്ങ് ഓർത്ത് വെച്ചേക്കുക. ഇക്വേഷൻ ഓർത്തിട്ട് ഡയറക്റ്റായിട്ട് അങ്ങ് എഴുതാം. സിഗ്മ എന്നിൻ്റെ വാല്യൂ, സിഗ്മ എൻ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ. നമ്മൾ എക്സ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. സോ എല്ലാം സെയിം തന്നെയാണ്, എക്സ് എക്സും വൈ വൈയും എല്ലാം സിമ്പിളായിട്ട് എക്സും വൈ എന്ന് കൊടുത്താൽ ഓക്കെ തന്നെയാണ് നോർമൽ സ്ട്രെസ്സിന്. സോ സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 കോസ് 2 തീറ്റ പ്ലസ് ടൗ എക്സ് വൈ സൈൻ 2 തീറ്റ. ഇതൊക്കെ തന്നിട്ടുണ്ട് 80
പ്ലസ് 40/2 80 മൈനസ് 40/2 കോസ് 90 എന്ന് പറഞ്ഞാൽ എന്തുവാ തീറ്റ 45 അല്ലേ, അപ്പോൾ 2 × 45 ഇസ് 90. സോ കോസ് 90 പ്ലസ് 60 സൈൻ 90. തീറ്റ 45 ആണ്, സോ 2 തീറ്റ എന്ന് പറയുമ്പോൾ 90. ഓക്കെ, സോ സോൾവ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ആൻ ആൻസർ 120 Nm/mm². ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക, ജസ്റ്റ് ട്രൈ വെദർ യു ആർ ഗെറ്റിംഗ് ദിസ് ആൻസർ ഓർ നോട്ട്. അതേപോലെ തന്നെ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഇത് അവിടെ നിന്ന് മുമ്പ് നമ്മൾ കണ്ട അതേ ഇക്വേഷൻ അങ്ങൊന്ന് റീറൈറ്റ് ചെയ്യുക. സിഗ്മ എക്സ് മൈനസ് സിഗ്മ y/2 സൈൻ 2 തീറ്റ മൈനസ് ടൗ XY കോസ് 2 തീറ്റ ഇതങ്ങ് റീറൈറ്റ് ചെയ്തിട്ട് ഇതങ്ങ് സോൾവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. സോൾവ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 20 Nm/mm². ഇതൊന്ന് സോൾവ് ചെയ്യുക, നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. സോ നോർമൽ സ്ട്രെസ്സുമായി ഷിയർ സ്ട്രെസ്സുമായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഫൈൻഡ് ദ റിസൾട്ടൻറ്റ് സ്ട്രെസ് √of sigma n² plus tau n². സോ 120² plus 20². അതിന് സോൾവ് ചെയ്താൽ വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 122.66 Nm/mm². ഓക്കെ, സോ നമ്മളിപ്പോൾ കണ്ടത് ജസ്റ്റ് ഒരു സ്ട്രെസ് ഓൺ ആൻ ഓബ്ലിക് പ്ലെയിൻ അത് മാത്രമേ കണ്ടുള്ളൂ. നമ്മളിപ്പോഴും പ്രിൻസിപ്പൽ സ്ട്രെസ്സസിലോട്ട് കടന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ ബേസിക് സംഭവങ്ങൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സിന് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ നോക്കി. ഈ ഓബ്ലിക് പ്ലെയിൻ ഏതോ ഒരു പെർട്ടിക്കുലർ തീറ്റ എന്നുള്ള ആംഗിളിലുള്ള ആ പ്ലെയിനിൽ ആക്ട് ആകുന്ന സ്ട്രെസ്സസ് നോർമൽ ആസ് വെൽ ആസ് ഷിയർ സ്ട്രെസ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റ് അതെന്തുവാണെന്ന് നമ്മളിപ്പോൾ കണ്ടു. അതെങ്ങനെയാണ് അതിൻ്റെ നോർമൽ സ്ട്രെസ്സ്, ഷിയർ സ്ട്രെസ്, റിസൾട്ടൻറ്റ് സ്ട്രെസ് ഇത് മൂന്നും എങ്ങനെയാണ് ഒരു ഓബ്ലിക് പ്ലെയിൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ മെയിൻ ലോഡിംഗ് ഡയറക്ഷനിൽ നിന്നും ഒരു ഓബ്ലിക് പെർട്ടിക്കുലർ തീറ്റ എന്നുള്ളൊരു ഓബ്ലിക് പ്ലെയിനിൽ ആക്ട് ആകുന്ന 3 സ്ട്രെസ്സസ് നോർമൽ, ഷിയർ ആൻഡ് അത് രണ്ടിൻ്റെയും റിസൾട്ടൻറ്റ് സ്ട്രെസ് എന്തുവാണെന്ന് അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമ്മൾ ഇപ്പോൾ നോക്കി. അടുത്ത വീഡിയോയിലാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഇൻ 2D എന്നുള്ളതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ വീഡിയോ ഒന്ന് തറവായിട്ട് നോക്കിക്കൊള്ളുക. ഈ പ്രോബ്ലം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇതും നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ്. ഡെറിവേഷനൊന്നും അത്ര ഡീപ്പായിട്ട് പഠിക്കേണ്ട, പക്ഷേ ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ അസംഷൻ എന്തുവാണെന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, എങ്ങനെയാണ് നമ്മളൊരു 3D പ്രോബ്ലത്തിനെ 2D ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ കൺവേർട്ട് ചെയ്തത് എന്നുള്ളതിനെ പറ്റി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, താങ്ക് യു.